പിന്നെ പുറലോകം കാണുന്നത് 77 ദിവസങ്ങൾക്ക് ശേഷം. ഫസ്റ്റ് ലോക്ക്ഡൌൺ, സെക്കൻഡ് ലോക്ക്ഡൌൺ, തേർഡ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് സ്പെഷ്യൽ ട്രെയിൻ ചാർട്ട് ചെയ്തിട്ട് എന്നെ പോലെ കുറെ മണ്ടന്മാരും കൂടി അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടി കോഴിക്കോട് കൊണ്ടുവരുന്നവരെ ഞാൻ അതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോ ഈ 77 ദിവസം ഇങ്ങോട്ട് ഈ ഒരു സ്ക്വയറിന്റെ അത്രേ ഉള്ളൂ ആ റൂം. കുറെ ഇങ്ങോട്ട് നടക്കും, കുറെ അങ്ങോട്ട് നടക്കും, വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. അപ്പോ ഫോണ് കണ്ട് 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 മതിയായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പോഴാണ് എന്തെങ്കിലും എഴുതിയാലോ എന്ന് ആലോചിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര ആവേശം. ഇതുവരെ ഞാൻ വീട്ടിൽ കുത്തിരുന്നിട്ട് എഴുതാൻ തോന്നാത്തതൊക്കെ ഈ അപ്പം വരിക. അപ്പോഴാണെങ്കിൽ എഴുതാൻ പേനയില്ല, പേപ്പറും ഇല്ല. അതിന് ഞാൻ ഇവരുടെ ഗോഡൌൺ മുഴുവൻ അരിച്ചു പെറുക്കിയപ്പോൾ അവർ HIV ടെസ്റ്റ് നടത്തുന്നതിന്റെ ബാക്ക് സ്ലിപ്സ് ഉണ്ടായിരുന്നു 2010 ഉള്ള ദ്രവിച്ച് തുടങ്ങിയിട്ടുള്ള. അതിന്റെ പുറകു വശത്താണ് ഞാൻ ഈ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദയുടെ ആദ്യത്തെ 5 അധ്യായങ്ങൾ എഴുതുന്നത്. അതിനുശേഷം ലോക്ക്ഡൌൺ ഒക്കെ മാറി പിന്നെ അങ്ങനെ അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബുക്ക് എഴുതാനുള്ള സാഹചര്യം അതാണ്. പിന്നെ അതോടുകൂടി തന്നെ ദായമ്മക്കൈ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഇപ്പോൾ സിനിമ ആകാൻ പോകുന്ന പുസ്തകം. അത് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഡെയിലി കുക്ക് ചെയ്യും. അവരാണ് എനിക്ക് ഫുഡിന്റെ റേഷൻ തരുന്നത്. കുറച്ച് അരിയും കുറച്ച് പരിപ്പും. അവരുടെ സ്റ്റൗ ഒഴിയുമ്പോൾ ഞാൻ പോയി കുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരെയും വന്നിട്ട് അവരുടെ കഥ പറയും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു റുട്ടീന്. മാനസി കഥ പറയും, ജ്വാലാമുഖി കഥ പറയും, സൽത്തനജ് കഥ പറയും. ഇവരൊക്കെ കഥ ഞാൻ ഇങ്ങനെ കേൾക്കും. അപ്പോൾ ആകൃതിയാണ് അവരുടെ ലീഡർ. ഷീ ഈസ് ദ ഫസ്റ്റ് ട്രാൻസ് വുമൺ ഇൻ വഡോദര. ഗുജറാത്തിൽ തന്നെ ആദ്യമായിട്ട് സർജറി ചെയ്ത സ്ത്രീയാണ് അവര്. ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഭയങ്കര എംപവേർഡ് ലേഡിയാണ് അവര്. എന്നിട്ട് അങ്ങനെയുള്ള ഒരാൾ എന്നോട് പറയും ഒരു ദിവസം, സർജി എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് ചാവാൻ തോന്നുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആകൃതി, വൈ? ബിക്കോസ് നിങ്ങൾ എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ബോൾഡാണ്, ഇത്രയും ആൾക്കാരെ ലീഡ് ചെയ്യുന്നുണ്ട്, പിന്നെന്തിനാ മരിക്കുക? സർ, ജീവിക്കാനുള്ള ആഗ്രഹം മതിയായിട്ടല്ല, ഒരു എക്സ്പെരിമെന്റ് ആണ്. എനിക്കൊന്ന് ചത്ത് കിട്ടിയിട്ട് എൻ്റെ ദൈവത്തിന് എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ കാണണം. എന്നിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കണം, എന്തിനാണ് ആണുമല്ലാതെ പെണ്ണുമല്ലാതെ കോമാളിയായിട്ട് ഞങ്ങളെ ജനിപ്പിച്ചത്? അതിൻ്റെ ഉത്തരം ഞാൻ ചോദിച്ച് വാങ്ങുക തന്നെ ചെയ്യുന്ന ആകൃതി പറയാം. പിന്നെ പറയാം, ഞാൻ മരിക്കുന്നത് വെറുതെ അല്ല കേട്ടോ, എനിക്ക് പുനർജനിക്കാൻ വേണ്ടിയിട്ടാണ്. 1 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 ഞാനായിട്ട് എനിക്ക് പുനർജനിക്കണം. എന്നെ ഹിജഡ എന്ന് വിളിച്ചവരുടെ, 9 എന്ന് വിളിച്ചവരുടെ, ആണും പെണ്ണും കെട്ടാൻ എന്ന് വിളിച്ചവരുടെ ഒക്കെ വീടുകളിൽ ചെന്നിട്ട് അവരായിട്ട് ജനിക്കണം, ഞാനായിട്ട് ജനിക്കണം, അവരുടെ മകനായി മകളായിട്ട് എനിക്ക് പുനർജനിക്കണം. അപ്പം മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങൾ ഈ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന്. ഇത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ്. അപ്പം ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണ് എന്തെങ്കിലും ഒരു പുസ്തകം ഇവർക്ക് വേണ്ടിയിട്ട് എഴുതണം. ആ പുസ്തകമാണ് ദായമ്മക്കൈ.